ഫ്രണ്ട്സ് ഓഫ് ഫാമിലി അസോസിയേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ വിനീത അറക്കൽ നെല്ലിശ്ശേരി. ഇന്ന് ഞങ്ങൾ പുതിയ വിശേഷവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മളെല്ലാവരും വിശുദ്ധ ബൈബിൾ വായിക്കുന്നവരാണ്. ചിലപ്പോഴൊക്കെ വിശുദ്ധ ബൈബിൾ വ്യാഖ്യാനം ചെയ്യാറുമുണ്ട്. എന്നാൽ വിശുദ്ധ ബൈബിൾ സ്വന്തം കൈപ്പടയിൽ എഴുതുക അത് പക്ഷേ അധികമാരും ചെയ്യാറില്ല. അതൊരു ആത്മീയ യാത്ര കൂടിയാണ്. വിശുദ്ധ ബൈബിൾ സ്വന്തം കൈപ്പടയിൽ എഴുതിയ അധ്യാപികമാരായ 4 അമ്മമാരെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. അവരുടെ അധ്യാപക അനുഭവ സമ്പത്തും ആത്മീയ യാത്രയിലുള്ള ആഴവും ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു പുതിയ വിശേഷം നമുക്ക് കേൾക്കാം. വിരമിച്ച ശേഷം ആത്മീയതയുടെ ശാന്തമായ വഴികളിലൂടെ സഞ്ചരിച്ച് ദൈവവചനത്തോട് ചേർന്ന് നിന്ന അവരുടെ വിശ്വാസ സാക്ഷ്യം നമുക്ക് കേൾക്കാം. ആ അധ്യാപികമാരെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഇത് മേരി കുറുന്താനത്ത്. ഞാൻ മേരി കുറുന്താനത്ത്. വിശുദ്ധ ബൈബിളിലെ വിശുദ്ധ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഈ സുവിശേഷങ്ങളാണ് ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത്. ഞാൻ മറിയക്കുട്ടി ജോൺ കിഴക്കെടുത്ത്. ഞാൻ ബൈബിളിലെ പുതിയ നിയമം മുഴുവനുമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇനി പഴയ നിയമം എഴുതാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ റോസമ്മ ജോസ് തെക്കേക്കര. പുതിയ നിയമം കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. പഴയ നിയമം എഴുതണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. പക്ഷേ ആദ്യം മുതൽ കണ്ടിന്യൂസ് ആയിട്ട് എഴുതുക ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ ആദ്യം സങ്കീർത്തനങ്ങൾ പൂർത്തിയാക്കി, പിന്നെ യെശയ്യ പൂർത്തിയാക്കിയിട്ടുണ്ട്. ജെറമിയ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ജിഷ ഷാജു പൈനാടത്ത്. ഞാൻ ബൈബിളിലെ പുതിയ നിയമമാണ് എഴുതിയിരിക്കുന്നത്. വേഗതയേറിയ സാങ്കേതികതയുടെ ഈ ലോകത്ത് ChatGPTയെയും ജെമിനിയെയും ആശ്രയിക്കുമ്പോൾ സ്വന്തം കൈപ്പടയിൽ ബൈബിൾ എഴുതിയ അമ്മമാരെ നമ്മൾ പരിചയപ്പെട്ടല്ലോ. ഈ ആശയത്തിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. മറിയക്കുട്ടി ടീച്ചറുടെ ബൈബിൾ കാണുമ്പോൾ സമ്പൂർണ്ണ ബൈബിൾ എഴുതിയെന്ന് തോന്നുന്നു. ടീച്ചർ പക്ഷേ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു പുതിയ നിയമം മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്ന്. പുതിയ നിയമം 27 പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ടീച്ചർക്ക് ഈ 27 പുസ്തകങ്ങൾ ഉൾക്കൊണ്ട് പുതിയ നിയമം എഴുതാനുണ്ടായ പ്രചോദനം എന്താണ്? ബൈബിൾ വചനം ജീവിതമാണ്. അതിനോട് ആദ്യം തന്നെ വലിയൊരു അഭികാമ്യം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ എൻ്റെ ആങ്ങള, അതുപോലെ തന്നെ എൻ്റെ ഒരു കസിൻ ടീച്ചർ ബൈബിൾ എഴുതുന്നുവെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ എനിക്ക് അതിയായ ആഗ്രഹം തോന്നി എനിക്കും ബൈബിൾ എഴുതണമെന്ന്. അങ്ങനെ ഇരിക്കെ നമ്മുടെ സീറോ മലബാർ സഭ താമരശ്ശേരി രൂപത ഒരു വചന എഴുത്ത് സംഘടിപ്പിച്ചു. ഡിസംബർ 21 തുടങ്ങി ഈസ്റ്റർ കാലഘട്ടം വരെ, ഈസ്റ്റർ കഴിയുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ പുതിയ നിയമം മുഴുവൻ പൂർത്തിയാക്കി എഴുതുക എന്നുള്ളതായിരുന്നു അവരുടെ നിർദ്ദേശം. അതെനിക്കൊരു വലിയ പ്രചോദനമായി തീർന്നു. എൻ്റെ ആഗ്രഹം നിറവേറ്റാൻ ഇതൊരു തുടക്കമാവട്ടെ എന്ന് കരുതി ഞാൻ അതിനുവേണ്ടി തുനിഞ്ഞു. അതെനിക്ക് സാധ്യമായി. അതിനുശേഷം എനിക്ക് ബാക്കി എഴുതാനുള്ള അതിയായ ആഗ്രഹമുണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ ഇത്രയെങ്കിലും ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. റോസമ്മ ടീച്ചറുടെ മുന്നിൽ ബൈബിൾ കൂടാതെ കുറേ പേപ്പറും ഇരിക്കുന്നുണ്ട്. അത് എഴുതി കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, തുടർന്നുകൊണ്ടിരിക്കുന്നതാണെന്നാണ് മനസ്സിലായത്. പുതിയ നിയമം കംപ്ലീറ്റായി എഴുതി, പഴയ നിയമം എഴുതിക്കൊണ്ടിരിക്കുന്നു. ടീച്ചർക്ക് ഈ ബൈബിൾ ഇത്രയും ഭാഗം എഴുതി തീർത്തപ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിൽ തങ്ങിയ വചനം ഏതാണെന്ന് പറയാവോ? വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു. ബൈബിൾ വചനമാണത്. കുഞ്ഞുനാൾ മുതൽ ബൈബിളിനോട് എനിക്കൊരു പ്രത്യേക ആഭിമുഖ്യമുണ്ടായിരുന്നു. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ആങ്ങളമാരുടെ ഇടയ്ക്കുള്ള ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് സന്ധ്യാപ്രാർത്ഥനയിൽ ബൈബിൾ വായിക്കുന്ന ചുമതല എൻ്റേതായിരുന്നു. ഞാനത് വളരെ ഭംഗിയായി വായിക്കും. ഹൃദിസ്ഥമാക്കുന്നതിനേക്കാൾ ഉപരി മറ്റുള്ളവരെ കേൾപ്പിക്കുകയായിരുന്നു എൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ഞാൻ നല്ല ഭംഗിയായി വായിച്ചിരുന്നു. പ്രത്യേകിച്ച് വെളിപാട് പുസ്തകമൊക്കെ വായിക്കുമ്പോൾ
എന്താണെന്നൊന്നും അറിയില്ല. വെളിപാട് 4:8 പ്രകാരം പറയുന്നുണ്ട്, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സിംഹാസനസ്ഥൻ്റെ മുമ്പിൽ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട് 4 ജീവികൾ, 6 ചിറകുകൾ വീതമുള്ള 4 ജീവികൾ, നിരവധി കണ്ണുകൾ അകത്തും പുറത്തുമായിട്ടുണ്ട്. ഈ 4 ജീവികളും സിംഹാസനസ്ഥൻ്റെ മുമ്പിൽ സദാസമയവും രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇരിക്കുന്ന ആ ഒരു അവസ്ഥ, അതൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ എനിക്കിങ്ങനെ തോന്നും, ഇതൊക്കെ എന്താണെന്നൊന്നും അറിയില്ല. എങ്കിലും അത് വായിക്കുമ്പോൾ വലിയ സന്തോഷം തോന്നിയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ആ വെളിപാട് പുസ്തകം എടുത്ത് വായിക്കും. അതിനെനിക്ക് വഴക്കും കേട്ടിട്ടുണ്ട് വീട്ടിൽ നിന്ന്. എനിക്കിത് ഭയങ്കര ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. ക്രോവേമാർ, ശ്രാപ്പേമാർ, മുഖ്യദൂതന്മാർ ഇതൊക്കെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഹല്ലേലൂയ സ്തുതികൾ പാടിക്കൊണ്ട് ദൈവത്തെ സദാസമയവും സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഞാനിങ്ങനെ സ്വപ്നം കാണുന്ന ഒന്നായിരുന്നു. അതുപോലെ ഒരുപാട് വചനങ്ങൾ വെളിപാട് 11:19 ഇപ്രകാരം പറയുന്നുണ്ട്, അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെട്ടു, അവിടുത്തെ വാഗ്ദാന പേടകവും കാണായി. അന്ന് ഈ വാഗ്ദാന പേടകം എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ജപമാലയിൽ ലുത്നിയയിലെ വാഗ്ദാനത്തിൻ്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് സ്ഥിരം ചൊല്ലുന്നതാണ്. പക്ഷേ എന്താണെന്നൊന്നും അറിയില്ല. പക്ഷേ ഈ വാഗ്ദാന പേടകം പരിശുദ്ധ അമ്മയാണെന്നുള്ള ബോധ്യമൊക്കെ പിന്നീടാണ് മനസ്സിലായത്. അതുപോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഒരു പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്നും മറിഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ നയനങ്ങൾ നിന്നെ ദർശിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. അതുപോലെ പത്രോസിൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ 1 പത്രോസ് 5-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ, കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടുന്ന് നിന്നെ ഉയർത്തിക്കൊള്ളും. നിൻ്റെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഇങ്ങനെ ഒരുപാട് വചനങ്ങൾ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഞാനിങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഞാൻ ഈ വെളിപാടിലൊക്കെ പറഞ്ഞതുപോലെ അതൊക്കെ ഞാൻ എഴുതുമ്പോൾ ഞാനിതൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് എഴുതിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് ബൈബിൾ എഴുതുന്ന സമയത്ത് വലിയൊരു ആത്മീയ സന്തോഷം അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പറയാനുള്ളത്. റോസമ്മ ടീച്ചറുടെ മറുപടി നമ്മൾ കേട്ടു. എത്ര മനോഹരമായിട്ടാണ് ബൈബിളിനെ കുറിച്ച് റോസമ്മ ടീച്ചർ അവതരിപ്പിച്ചത്. സ്വന്തം കൈകൊണ്ട് എഴുതുക മാത്രമല്ല ചെയ്തത്, അത് മനോഹരമായി ഹൃദ്യസ്ഥമാക്കുകയും ചെയ്തു എന്നത് എത്ര അർത്ഥവത്താണ്. അത് നമുക്ക് നൽകുന്ന ഒരു സന്ദേശം കൂടിയാണ്. മേരി ടീച്ചറുടെ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം. ടീച്ചർ ബൈബിൾ എഴുതി തുടങ്ങിയിട്ടേ ഉള്ളൂ. പുതിയ നിയമം സുവിശേഷ ഭാഗങ്ങൾ എഴുതി മുഴുവനാക്കി. ഇനി ബാക്കിയുള്ള ഭാഗം എഴുതിക്കൊണ്ടേയിരിക്കുന്നു. ടീച്ചർ ഈ ബൈബിൾ എഴുതിയപ്പോൾ എഴുതുന്ന അനുഭവത്തിൽ ടീച്ചർക്ക് എന്ത് ആത്മീയ മാറ്റമാണ് ഉണ്ടായതെന്ന് പറയാമോ? പറയാം. ദൈവാശ്രയബോധം വർദ്ധിച്ചു. ബൈബിളിനെ കൂടുതലായി ആഴത്തിൽ മനസ്സിലാക്കാനും ബൈബിൾ കൂടുതലായി വായിക്കാനും എന്നെ സഹായിച്ചിട്ടുണ്ട്. ടീച്ചറുടെ ആത്മീയ ജീവിതം ഒരുപാട് പ്രചോദനം നൽകുന്നതാണ് മറ്റുള്ളവർക്ക്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ടീച്ചർ എഴുതിയ ഈ ബൈബിൾ എങ്ങനെ സംരക്ഷിക്കാനാണ് ടീച്ചർ ഉദ്ദേശിക്കുന്നത്? അത് മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന തരത്തിൽ, അടുത്ത തലമുറയ്ക്ക് പ്രചോദനമാകുന്ന തരത്തിൽ അതെങ്ങനെ സംരക്ഷിക്കാനാണ് ടീച്ചർ ഉദ്ദേശിക്കുന്നത്? തലമുറകൾക്ക് ഇതൊരു സാക്ഷ്യമായി എന്നും നിലനിൽക്കണം. കേടുവരാതെ ഭംഗിയായി സൂക്ഷിക്കണം. കുടുംബത്തിലെ ഒരു പുണ്യമായി, ഒരു നിധിയായി എന്നും സൂക്ഷിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കൂടാതെ ഇത്രയും എഴുതാൻ എന്നെ സഹായിച്ച ദൈവത്തിന് നന്ദിയും സ്തുതിയും മഹത്വവും. മേരി ടീച്ചറുടെ ബൈബിൾ എഴുതിയ അനുഭവം നമ്മൾ കേട്ടു. ഒരു പുണ്യനിധിയായി അതിനെ സംരക്ഷിക്കാനാണ് മേരി ടീച്ചർ യുവതലമുറയ്ക്കായി നൽകിയ സന്ദേശം. ജിഷയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ജിഷ, എനിക്കറിയാം ജിഷയ്ക്ക് 3 മക്കൾ, 3 പെൺപിള്ളേർ. മൂത്തത് 9ാം ക്ലാസ്സിൽ, രണ്ടാമത്തെ ട്വിൻസാണ് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വീട്ടിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ട്. മക്കളെ പഠിപ്പിക്കണം, ഹസ്ബൻഡിനെ ജോലിക്ക് വിടണം, അങ്ങനെ ഒരുപാട് തിരക്കുകൾ. ആ തിരക്കിനിടയിലും ഈ ബൈബിൾ എഴുതാനുള്ള സമയം എങ്ങനെ കണ്ടെത്തി? ബൈബിൾ രചന എന്ന് പറയുന്നത് അതൊരു തപസ്യാണ്. നമ്മൾ പ്രാർത്ഥനാപൂർവം എഴുതണം, നിയോഗങ്ങൾ സമർപ്പിക്കണം. അപ്പോൾ നമുക്ക് സമയമില്ലെങ്കിൽ പോലും നമ്മുടെ മുന്നിൽ
നമ്മളറിയാതെ തന്നെ സമയം എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ 3 മക്കളെ നോക്കണം, ഹസ്ബൻഡിൻ്റെ കാര്യം, ഇപ്പോൾ വിനീത പറഞ്ഞതുപോലെ വീട്ടിലത്തെ ജോലികൾ, അതിൻ്റെ ഇടയ്ക്ക് സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇത് എഴുതാനുള്ള സമയം കിട്ടുന്നത്. പകലൊന്നും സമയം തീരെ കിട്ടത്തില്ലായിരുന്നു. പിന്നെ ആകെ കിട്ടുന്നത് രാത്രിയാണ്. ആ രാത്രിയിലുള്ള സമയത്ത് എനിക്ക് നല്ലൊരു അനുഗ്രഹം ഉണ്ടായിരുന്നു. അതായത് എഴുതാനെടുക്കുമ്പോൾ പലവിധ ബുദ്ധിമുട്ടുകളും ആ ഒരു സമയത്ത് എനിക്കുണ്ടായിരുന്നു. ശാരീരികമായിട്ടും അതുപോലെ തന്നെ വീട്ടിലത്തെ എല്ലാ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോൾ രാത്രിയാണ് എഴുതാൻ എനിക്ക് ആകെ സമയം കിട്ടുന്നത്. അതും 10 മണിക്ക് ശേഷമാണ് എഴുതാനിരിക്കുന്നത്. എപ്പോൾ ഞാൻ എഴുതാനായിട്ട് എടുക്കുന്നോ എനിക്ക് ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഞാൻ വിചാരിക്കുന്നതിൽ കൂടുതൽ എനിക്ക് രാത്രിയിൽ എഴുതി തീർക്കാൻ കഴിഞ്ഞിരുന്നു എന്നതാണ്. അത് ഞാൻ പ്രാർത്ഥന ചൊല്ലും, അതുപോലെ തന്നെ സുഹൃത ജപം. ഞാൻ കൂടുതലൊന്നും ചെല്ലാറില്ല. ഞാൻ ആകെ ചൊല്ലുന്നത് എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ. ഇത് മാത്രമാണ് ഞാനിത് ബൈബിൾ എഴുതാനായിട്ട് എടുക്കുമ്പോൾ ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്ന പ്രാർത്ഥന. ആ ഒരു അനുഗ്രഹം, മാതാവിൻ്റെ അനുഗ്രഹം നല്ലതുപോലെ എനിക്കുണ്ടായിരുന്നു. കുറേ വൈകിട്ടാണ് ഉറങ്ങുന്നത് തന്നെ. അതുവരെയ്ക്കും ഇരുന്ന് എഴുതാനുള്ള എല്ലാ അനുഗ്രഹവും എനിക്ക് കിട്ടിയിരുന്നു. ചില സമയത്തൊക്കെ എനിക്ക് തോന്നായിരുന്നു ഇത് എഴുതി എത്തുമോ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വളരെയധികം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് എൻ്റെ കൈകൾ കൊണ്ട് എഴുതണമെന്ന് അത് എന്നിൽ വന്നു ചേർന്നൊരു നിയോഗം പോലെയായിരുന്നു. അതെനിക്ക് പ്രാർത്ഥനയിലൂടെയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഭംഗിയായി ചെയ്തു തീർക്കാൻ സാധിച്ചെന്നതാണ്. ദൈവത്തിന് നന്ദി. പ്രായം ഒരു തടസ്സമല്ല എന്നെനിക്ക് മനസ്സിലായി. കാരണം ഒരു നല്ല വചന സാക്ഷ്യമാണ് നിങ്ങളിവിടെ പങ്കുവച്ചത്. റോസമ്മ ടീച്ചർ വചനം എഴുതുക മാത്രമല്ല, വളരെ മനോഹരമായ ആ വചനം ഹൃദ്യസ്ഥമാക്കിയത് വരെ ഇവിടെ അവതരിപ്പിച്ചു. അതുപോലെ ഇതിലേക്ക് നയിച്ച പ്രചോദനം, ഇത് എങ്ങനെ സംരക്ഷിക്കും, ഇതിനു വേണ്ടി എത്ര സമയം കണ്ടെത്തി, അതെല്ലാം എത്ര മനോഹരമായിട്ടാണ് നിങ്ങളിവിടെ അവതരിപ്പിച്ചത്. എനിക്ക് ഒത്തിരി സന്തോഷമായി. എന്നാലും ഒരു ചോദ്യം, ഈ വചന എഴുത്തിൽ നിന്ന് യുവതലമുറയ്ക്ക് നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം എന്താണ്? എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അതിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് സമയം. അതെ, ദൈവം തന്ന ആ സമയം നമ്മൾ യഥായോഗ്യം നമ്മൾ ഇഷ്ടം പോലെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലൊരു കുറച്ച് സമയം ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ച് ദൈവവചനത്തിന് വേണ്ടി സമർപ്പിച്ചാൽ അത് നമ്മൾക്ക് ഏറ്റവും നല്ല ജീവിത വിജയമായിട്ട് മാറും. അതെ, അത് എല്ലാവരും, യുവജനങ്ങൾ മാത്രമല്ല, എല്ലാവർക്കും അതൊരു സന്ദേശമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും എന്നാണല്ലോ വചനം. അതെ, നമ്മൾ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. എനിക്കിത് കഴിയുമോ, എന്നെക്കൊണ്ട് ഇതിന് സാധിക്കുമോ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വരേണ്ട ആവശ്യമില്ല. യുവജനങ്ങൾക്കും ഇതുപോലെ ബൈബിൾ എഴുതി തയ്യാറാക്കാൻ സാധിക്കും. യുവജനങ്ങളുടെ കൂട്ടായ്മയിൽ ഓരോരുത്തരും കുറേശ്ശെ ഭാഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് എഴുതാൻ നിസ്സാരമായിട്ട് അവർക്ക് സാധിക്കും എന്നാണ് എനിക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സന്ദേശം. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ഒരു ചെറിയ നന്മയുണ്ട്. കുറച്ച് അർപ്പണബോധവും അതുപോലെ തന്നെ നമ്മളുടെ പ്രാർത്ഥനയും ഒക്കെ ഇന്നത്തെ യുവജന തലമുറയ്ക്ക് ഏറ്റവും അത്യാവശ്യമാണ്. നമ്മൾ ചെയ്യുന്ന ഈ പ്രവൃത്തികളിൽ നമ്മളറിയാതെ തന്നെ നമ്മൾക്ക് നന്മ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ജീവിതം നമുക്ക് ലഭിക്കുവാനായിട്ട് ഇതുപോലുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കുക. ക്രിസ്തീയ വിശ്വാസികൾക്കെല്ലാം മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെച്ച പെരിന്തൽമണ്ണ അൽഫോൺസ ഇടവകയിലെ ഈ അമ്മമാരുടെ ഉദ്യമത്തെക്കുറിച്ച് ഇടവക വികാരി ഫാദർ ജിനോ ചുണ്ടയിലിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതുമാണ്. ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയുന്നതുമാണ്. ദൈവവചനം പഠിക്കാനും അവ എഴുതാനും എല്ലാവർക്കും മാതൃകയാകുന്ന പെരിന്തൽമണ്ണ സെൻറ്റ് അൽഫോൺസ ഫൊറോന ഇടവകയിലെ ബൈബിൾ എഴുതിയ അമ്മമാരോടൊത്താണ് ഞാനായിരിക്കുന്നത്. ഇവർ ചെയ്ത ഈ വലിയ ശുശ്രൂഷ മറ്റുള്ളവർക്കും പ്രചോദനമാകട്ടെ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ കാലത്ത് വചനം എഴുതുന്നതൊക്കെ വലിയ കാര്യമാണോ എന്ന് ചിന്തിക്കും. എന്നാൽ അനുദിന ജീവിതത്തിന് പ്രചോദനമാകാൻ
ആവശ്യമായ ഊർജം നേടാൻ ഈ വചനം എഴുതുന്നത് സഹായകരമാണ്. മറ്റെല്ലാവർക്കും ഇത് പ്രചോദനമാകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. വചനം എഴുതിയ ഈ അമ്മമാരെ പ്രത്യേകം അനുമോദിക്കുകയും ചെയ്യുന്നു. അവർ നിയോഗത്തോടെയാണ് ഈ വചനങ്ങൾ എഴുതിയത്. അപ്പോൾ ആ നിയോഗങ്ങൾ സഫലമാക്കുക മാത്രമല്ല, അവരുടെ കുടുംബത്തിനും ഇടവയ്ക്കുമൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവരത് എഴുതിയത്. കൂടുതൽ ആളുകൾക്ക് ഇത് പ്രചോദനമാകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. അവരെ അനുമോദിക്കുന്നതോടൊപ്പം തന്നെ വചനം എഴുതാൻ ഇനിയും ധാരാളം പേർക്ക് കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അങ്ങയുടെ വചനം പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമായിരിക്കട്ടെ. 119 സങ്കീർത്തനം 105 വാക്യം. അമ്മമാരുടെ ബൈബിൾ വിശേഷം നമ്മൾ കേട്ടല്ലോ. കുടുംബത്തിൽ ഏറ്റവും തിരക്കേറിയ ജീവിതം നയിക്കുന്നവരാണ് വീട്ടമ്മമാർ. ആ തിരക്കിനിടയിലും രാത്രിയാകുമ്പോൾ കിടക്കാൻ പോകുന്ന സമയത്ത് ദൈവവചനത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വിശുദ്ധ ബൈബിൾ എഴുതിയ അമ്മമാർ എത്ര സ്നേഹനിധികളാണ് അല്ലേ? ഇന്ന് നമ്മോടൊപ്പം അനുഭവങ്ങൾ പങ്കുവച്ച റോസമ്മ ടീച്ചർക്കും മേരി ടീച്ചർക്കും മറിയക്കുട്ടി ടീച്ചർക്കും ജിഷയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും അഭിനന്ദനങ്ങളും.